Hi friends, welcome back to another video. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലേക്ക് 1 കിലോ ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ മൂടി വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ 5 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ എടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും 4 വലിയ സവാള അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ല പോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഒരു 12 വെളുത്തുള്ളി എന്നിവയെല്ലാം ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഒരു 4 പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച് ബീഫ് ഇട്ട് ഒന്ന് ഇളക്കി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് തയ്യാറാക്കാം. അതിനായി ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒരു 3 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള ഇട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും കിസ്മിസും ഇട്ട് ഒന്ന് ഇളക്കി അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക. ഇനി അതിലേക്ക് റൈസിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് വെള്ളത്തിൻ്റെ അളവ്. ഇനി നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക.
പിന്നെ അതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, പുതിനയില, കുറച്ച് കരിവേപ്പിലയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ 3 പട്ട, 6 ഏലക്ക, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് എന്നിവയും ചേർത്ത് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബീഫിൻ്റെ മസാല ഒന്ന് ചൂടാക്കി റൈസ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലയും വറുത്ത് മാറ്റി വെച്ചിരുന്ന ഉള്ളിയും ഇട്ട് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കും. ഇപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും.